യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പ്രഖ്യാപനത്തിൽ കടുത്ത നിലപാടുമായി എ ഗ്രൂപ്പ് പുതിയ സംസ്ഥാന കമ്മിറ്റിയുമായി സഹകരിക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. ഹൈക്കമാൻഡിന് ഔദ്യോഗികമായി പരാതി നൽകാനാണ് ഐ ഗ്രൂപ്പിന്റെ തീരുമാനം. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം ഇടപെട്ട് പരിശോധിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് ഭാരവാഹി നിയമനത്തിൽ എ ഗ്രൂപ്പ് വിട്ടുവീഴ്ചയ്ക്കില്ല. വർക്കിംഗ് പ്രസിഡന്റായി ബിനു ചുള്ളിയലിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് നിലപാട്. OJ ജനീഷിനോട് എതിർപ്പില്ല. എന്നാൽ സംസ്ഥാന അധ്യക്ഷ പദം എ ഗ്രൂപ്പിൽ നിന്ന് തട്ടിയെടുത്തതിനെതിരെ പ്രതിഷേധം അറിയിക്കും. വർക്കിംഗ് പ്രസിഡന്റായി ബിനു ചുള്ളിയിൽ തുടരുന്നതിനാൽ സംസ്ഥാന കമ്മിറ്റിയുടെ പരിപാടികളുമായി സഹകരിക്കില്ല. പ്രധാന എ ഗ്രൂപ്പ് നേതാക്കൾ കൂടിയാലോചന നടത്തും. എ ഗ്രൂപ്പ് നേതാക്കൾ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കാനാണ് KM അഭിജിത്തിന്റെ തീരുമാനം. ഹൈക്കമാൻഡിന്റെ പരാതി അറിയിക്കാനാണ് ഐ ഗ്രൂപ്പിന്റെ നീക്കം. അബിൻ വർക്കിക്ക് നീരസമില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. അദ്ദേഹത്തിന് ഇവിടെ നിന്ന് പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞത് ഒരിക്കലും ഒരു സംഘടനാ വിരുദ്ധ പ്രവർത്തനമായി ഞങ്ങളതിനെ കാണുന്നില്ല. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനം വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പരസ്യ പ്രതികരണത്തിന് അബിൻ വർക്കി തയ്യാറായില്ല. എനിക്ക് അര വാക്കുപോലും ഈ വിഷയത്തിൽ പറയാനില്ല. ഞാൻ പറയാനുള്ളതൊക്കെ ഒന്നുമില്ല. യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ പ്രശ്നങ്ങളില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷും അവകാശപ്പെട്ടു. അങ്ങനെ ഒരു അഭിപ്രായ ഭിന്നതകളൊന്നും സംഘടനയ്ക്കകത്ത് നിലനിൽക്കുന്നില്ല. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്കപ്പുറമുള്ള രൂക്ഷമായ യാതൊരു പ്രശ്നങ്ങളും ഇവിടെയില്ല. ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നേതൃത്വം ഇടപെട്ട് പരിഹരിക്കും. പുനഃസംഘടനയിലെ പ്രശ്നങ്ങളിൽ തൽക്കാലം ഹൈക്കമാൻഡ് ഇടപെടില്ല. കേരളത്തിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.